ഉറങ്ങുന്ന ക്രിസ്ത്യാനി ദുർബലനായ ക്രിസ്ത്യാനിയാണ്. ഹലോ, ഉറങ്ങുന്ന ക്രിസ്ത്യാനി ദുർബലനായ ഒരു ക്രിസ്ത്യാനിയാണ്. സ്തോത്രം. മാത്രമല്ല, പ്രാർത്ഥനയില്ലാത്ത ഒരു ക്രിസ്ത്യാനി ശക്തിയില്ലാത്ത ക്രിസ്ത്യാനിയാണ്. ഹലോ, ക്രിസ്ത്യാനി എന്ന് പറഞ്ഞാൽ ഞാനൊരു മതത്തിന്റെ പേരല്ല പറഞ്ഞു. ക്രിസ്തുവിനെ അനുഗമിക്കുന്നവനാ ക്രിസ്ത്യാനി, അത്രേ ഉള്ളൂ. ഉറങ്ങുന്ന ഒരു ക്രിസ്ത്യാനി, സ്തോത്രം, ദുർബലനാണ്. അതുപോലെ തന്നെയാണ് പ്രാർത്ഥനയില്ലാത്ത ഒരു ക്രിസ്ത്യാനി. ഹൃദയത്തിനകത്ത് എഴുതി വെച്ചോ, പ്രാർത്ഥനയില്ലാത്ത ക്രിസ്ത്യാനി ശക്തിയില്ലാത്ത ക്രിസ്ത്യാനിയാണ്. വെറുതെ പറയാനേ ഉള്ളൂ, ഒന്നും നടക്കാൻ പോകുന്നില്ല. പ്രാർത്ഥിക്കാത്തവൻ ഒന്നും നടക്കുകയില്ല. സ്തോത്രം. ഹൃദയത്തെ കാത്തു സൂക്ഷിക്കുക, കോട്ട കാത്തുകൊള്ളുക എന്ന് വെച്ചാൽ ഹൃദയം സൂക്ഷിക്കുക. ഒരു ഉദാഹരണം പറയാം. നമുക്ക് എല്ലാവർക്കും പരിചയമുള്ള വേദപുസ്തകത്തിലെ ഒരു കഥാപാത്രമാണ് ശിംശോൻ, അല്ലേ? സ്തോത്രം. വളരെ ശക്തനായ ഒരു അഭിഷിക്തൻ. സ്തോത്രം. വളരെ കഴിവുള്ള ഒരു ദൈവ മനുഷ്യൻ, ദൈവിക വാഗ്ദത്ത പ്രകാരം ജനിച്ചൊരു മനുഷ്യൻ. സ്തോത്രം. അങ്ങനെയുള്ള ശിംശോൻ, സ്തോത്രം, അവന്റെ ഹൃദയത്തെ കാത്തു സൂക്ഷിക്കുന്നതിൽ പരാജയപ്പെട്ടു പോയി. ഹൃദയം സൂക്ഷിക്കുന്നതിൽ പരാജയപ്പെട്ടു പോയി. എന്താ സംഭവിച്ചത്? സ്തോത്രം, അവൻ വീണുപോയി. നമ്മുടെ എല്ലാം വിചാരം ദലീലയുടെ വീട്ടിൽ പോയതാണ് ശിംശോന്റെ വീഴ്ചയ്ക്ക് കാരണമെന്നാണ്. എന്നാൽ ഞാൻ പറയട്ടെ, അത് പതനത്തിന്റെ അവസാനം മാത്രമായിരുന്നു. എന്നാൽ ശിംശോന്റെ വീഴ്ച ആരംഭിച്ചത് ദലീലയിൽ നിന്ന് മാത്രമല്ല, അതിനു മുമ്പേ അവൻ അവഗണിച്ചു കളഞ്ഞ ചെറിയ ചെറിയ കാര്യങ്ങളിലൂടെ തന്നെ അവന്റെ പതനം ആരംഭിച്ചു കഴിഞ്ഞിരുന്നു. ഹല്ലേലൂയ, സ്തോത്രം, ഹല്ലേലൂയ. സത്യത്തിൽ ശിംശോൻ, ഇത്രമേൽ അഭിഷേകം പ്രാപിച്ച ശിംശോൻ, സ്തോത്രം, ദൈവകൃപ പ്രാപിച്ച ശിംശോൻ, അവന് വിവാഹപ്രായമായപ്പോൾ വിവാഹം കഴിക്കാൻ വേണ്ടി കാര്യങ്ങൾ തെരഞ്ഞെടുക്കുമ്പോൾ എവിടേക്ക് പോകാനാണ് അവൻ തയ്യാറാകുന്നത് നോക്കൂ. സ്തോത്രം. ദൈവഗ്രഹത്തിൽ അനേകം ആളുകൾ ഇരിക്കെ, സ്തോത്രം, അവിടെ നിന്ന് തെരഞ്ഞെടുക്കാതെ ദൈവഹിതമല്ലാത്ത അന്യദേശത്ത് പോയി ഒരു ഭാര്യയെ തെരഞ്ഞെടുക്കാൻ ശിംശോൻ തീരുമാനിച്ചു. സ്തോത്രം. ദൈവം അവന്റെ മുൻപിൽ പലവിധ സാഹചര്യങ്ങൾ ഒരുക്കി അവനെ തടയാൻ ശ്രമിച്ചതാ, അല്ലെ? അപ്പനെ അമ്മേനെ കൂട്ടിക്കൊണ്ട് ആ പെൺകുട്ടിയുടെ വീട്ടിലേക്ക് കല്യാണാലോചനയ്ക്ക് വേണ്ടി പോകുമ്പോൾ കാണുന്ന കാഴ്ച, മുന്തിരിത്തോട്ടത്തിൽ വെച്ചൊരു സിംഹം, ഒരു ബാലസിംഹം അവനെ എതിരിട്ടെന്താണ്. സാധാരണഗതി മുന്തിരിത്തോട്ടത്തിൽ ഒരു സിംഹം ഉണ്ടാകാറില്ല. അത് കാട്ടിലല്ലേ, മുറ്റുകാട്ടിലല്ലേ സിംഹം. മുന്തിരിത്തോട്ടത്തിൽ എങ്ങനെ സിംഹം വന്നു? സ്തോത്രം, ഹല്ലേലൂയ. അങ്ങനെ ഒരു സിംഹം അവന്റെ നേരെ എതിർത്തു വന്നു. പക്ഷെ ഇവൻ ആത്മനിറവുള്ളവനായതുകൊണ്ട് സിംഹത്തെ വലിച്ചു കീറി. അവൻ വിചാരിച്ചു എതിരെ പിശാച് കൊണ്ടുവന്ന തടസ്സമായിരിക്കുന്നു വിചാരിച്ചു അതിനെ വലിച്ചു കീറി വെച്ചിട്ട് അവിടെ ഇട്ട് അവൻ മുമ്പോട്ട് പോയി വിവാഹത്തിൽ ഏർപ്പെട്ടു. പിന്നീട് അതിലേക്കൂടെ പോകുമ്പോഴാണ്, സ്തോത്രം, ആ പഴയ മുന്തിരിത്തോട്ടത്തിൽ ചെല്ലുമ്പോ അവിടെ പിന്നെയും തപ്പി നോക്കാൻ ചെന്നപ്പോഴാണ് അന്ന് കീറിയിട്ടിരുന്ന ഈ ആ സിംഹത്തിന്റെ എല്ലും കഷ്ണത്തിനകത്ത് തേനിരിക്കുന്നത് കണ്ടതും എടുത്ത് കഴിക്കുന്നതും. ഇവനാണെങ്കിൽ ശവത്തെ തൊടാൻ അവകാശമില്ലായിരുന്നു, കാരണം ഇവൻ നാസീർ വ്രതസ്ഥനായിരുന്നു. സ്തോത്രം. ഇങ്ങനെ ഒന്നിനു പുറകെ ഒന്നായി ലംഘനങ്ങൾ വന്ന് ഭവിച്ചുകൊണ്ടിരുന്നപ്പോഴേ അവന്റെ ശക്തി ക്ഷയിച്ചു. ഒടുവിൽ ദലീലയുടെ മടിത്തട്ടിലേക്ക് പോയി കിടന്നുകൊടുത്ത്, സ്തോത്രം, ഉറക്കത്തിന് വേണ്ടി തനിക്ക് സുഖകരമായി ഉറങ്ങാൻ, വേറെ ഒന്നിനു വേണ്ടിയില്ല. നിങ്ങളിവിടെ എടുത്ത് വായിച്ചു നോക്കിക്കേ. ഇങ്ങനെ ഒരു പോഷനായി മാറും ഒരാളെന്ന് നമുക്ക് സംശയം തോന്നിപ്പോകും, അല്ലെ? സ്തോത്രം. അവന്റെ ശക്തി മുഴുവൻ അവന്റെ മുടിയിലായിരുന്നു, അല്ലെ? സ്തോത്രം. ആ ജഡ നിറഞ്ഞ മുടിയിലായിരുന്നു അവന്റെ ശക്തി ഉണ്ടായിരുന്നത്. ആദ്യമെല്ലാം അവള് ഓരോ പ്രാവശ്യം അവനോട് ചോദിക്കുക, നിന്റെ ശക്തി ഏതിലാണ്? അവൻ ഓരോ കാര്യം പറഞ്ഞു കൊടുക്കും. അതെല്ലാം പറഞ്ഞു കൊടുത്തിട്ട് അവൾ അത് ചെയ്തു കഴിയുമ്പോൾ അവിടെ അവൾ പരാജയപ്പെടും, അല്ലെങ്കിൽ ഫെലിസ്തീന് പരാജയപ്പെടും. സ്തോത്രം. അപ്പോൾ 1 പ്രാവശ്യമോ 2 പ്രാവശ്യമോ കഴിഞ്ഞാലെങ്കിലും ഒരുത്തിന് തോന്നണ്ടേ ഇതെന്നെ ചതിച്ചുകൊണ്ടിരിക്കുകയാണെന്ന്. എന്നിട്ട് ഒടുവിൽ അവള് കരഞ്ഞ് നിലവിളിച്ചപ്പോൾ ഉള്ള സത്യം പറഞ്ഞ് തന്റെ ശക്തി മുഴുവനും അടിയറവ് വെച്ച് കളഞ്ഞു ശിംശോൻ എന്ന് പറയുന്നത്. അതാ ഞാൻ പറഞ്ഞത്, അവിടെ വെച്ചല്ല അവന് വീഴ്ച ഭവിച്ചത്. തുടക്കം മുതലേ അവന്റെ ജീവിതത്തിൽ അനുസരണക്കേടിന്റെ വഴികൾ, ദൈവഹിതമല്ലാത്ത വഴികളിലൂടെ പതുക്കെ സഞ്ചരിച്ച് അവന്റെ കൃപ അവൻ നഷ്ടപ്പെടുത്തി കളയുകയായിരുന്നു. ഹൃദയത്തെ സൂക്ഷിക്കാൻ അവന് കഴിഞ്ഞില്ല, നഷ്ടപ്പെട്ടു പോയി. ഇന്ന് പകൽ എന്നെ കേൾക്കുന്ന ദൈവമക്കളോട് ഞാൻ വിളിച്ചു പറയട്ടെ, നമുക്ക് യോജിക്കാൻ പാടില്ലാത്ത കൂട്ടുകെട്ടുകളിലേക്ക് നാം തുടരുമ്പോൾ അറിയണം, അത് നമ്മുടെ
ശക്തിയെ ചോർത്തിക്കളയുന്നതാണ്. നമുക്ക് സ്തോത്രം യോജിക്കാനാകാത്ത സൗഹൃദങ്ങൾ, നമുക്ക് യോജിക്കാനാകാത്ത ബന്ധങ്ങൾ, നമുക്ക് യോജിക്കാനാകാത്ത യാതൊരുവിധ കൂട്ടുകെട്ടുകളും ദൈവമക്കളുടെ ഭാഗത്തുണ്ടാകരുത്. കാരണം സ്തോത്രം അത് ആരംഭത്തിൽ രസകരമായി തോന്നിയാലും പിന്നത്തേതിൽ അത് നമ്മെ വീഴ്ത്തിക്കളയാനുള്ള ഒളിഞ്ഞിരിക്കുന്ന ശത്രുവിന്റെ പദ്ധതിയാണെന്ന് ദൈവമക്കൾ തിരിച്ചറിയണം. യൗവനക്കാരോട് ഞാൻ വിളിച്ചു പറയട്ടെ, തിരിച്ചറിയണം നിങ്ങളുടെ മുൻപിൽ ഇരിക്കുന്ന കണികളെ. ഹല്ലേലൂയ സ്തോത്രം. ആദ്യം ഒരു രസത്തിന് വേണ്ടി ആവുകയല്ല. ഹലോ സ്തോത്രം. കൂട്ടുകെട്ടുകളെ തെരഞ്ഞെടുക്കുമ്പോ ശ്രദ്ധിക്കണം. കൂട്ടുകാരുടെയൊക്കെ കൂട്ടത്തിൽ പോകുമ്പോ ഞാൻ പക്ഷെ എന്നെ കൊണ്ട് ആ കുഴപ്പമില്ല. കാരണം എന്റെ കൂട്ടുകാർക്ക് അറിയാം ഞാൻ ഒരു ദൈവമക്കനാണെന്നറിയാം. അതുകൊണ്ട് എന്നോടൊരു കുഴപ്പമില്ല. സ്തോത്രം. എടാ അവരൊക്കെ കള്ളുടിക്കുന്നവരൊക്കെ അല്ലേ, പക്ഷെ അത് എന്നോട് അതൊന്നും അവർ പറയാറില്ല. സ്തോത്രം. ശരിയായിരിക്കും, നിന്നോട് ആദ്യം ഒന്നും പറയത്തില്ല. നീ അവരുടെ കൂട്ടത്തിൽ പോകുന്നു, ഇരിക്കുന്നു, വർത്താനം പറയുന്നു, ചിരിക്കുന്നു. അവരെല്ലാം കള്ളു കുടിക്കുന്നു, നീ അതൊന്നും ചെയ്യുന്നില്ല. നീ അതിൻ്റെ ഇടയ്ക്ക് ഭക്ഷണമൊക്കെയാണ് കഴിക്കുന്നത്. വളരെ നല്ല മാതൃക. പക്ഷെ ഞാൻ നിന്നോട് പറയട്ടെ, അതൊരു കണിയാണ്, ഒരു കുടുക്കാണ്. കുറച്ചു ദിവസം കഴിയുമ്പോ പതുക്കെ പതുക്കെ നമ്മളോട് പറയടാ, കള്ളു കുടിക്കുന്നതിനെ പ്രശ്നമുള്ളൂ, ബിയർ കഴിച്ചാൽ അത്രയും പ്രശ്നമില്ല. അപ്പൊ അവരിൽ ഒരുത്തൻ തന്നെ ചോദിക്കും നമ്മളോട്, യേശു വീഞ്ഞാക്കിയില്ലേ? അത് നല്ല വീര്യമുള്ള വീഞ്ഞല്ലായിരുന്നോ? ഇച്ചിരി വേണേ കഴിച്ചോ എന്നൊക്കെ വേണേ പറയും അല്ലേ? സ്തോത്രം. അപ്പൊ നമ്മൾ വിചാരിക്കുന്ന പിന്നെ ഒരു പ്രാവശ്യം, ഇനി നിർബന്ധിക്കരുത്, ഒറ്റ പ്രാവശ്യം, ഇനി മേലാലില്ല, ഒരു പ്രാവശ്യം, പിന്നെ 2 പ്രാവശ്യം, പിന്നെ 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 നമ്മൾ പോലും അറിയാതെ നമ്മൾ അതിന്റെ അകത്ത് അഡിക്റ്റ് ആയിട്ടുണ്ട്. ഹലോ സ്തോത്രം. പാപം വരുന്ന വഴിയാണ്. പിശാച് ഒരിക്കലും നമ്മളെ കൊണ്ടുപോയിട്ട് കെട്ടിയിട്ടിട്ട് കൂട്ടിക്കെടാന്ന് പറഞ്ഞു വായിൽ കുത്തി തരത്തില്ല. വളരെ തന്ത്രശാലിയായി അവൻ നമ്മെ കൊണ്ടുപോയി അതിനകത്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത്. അത് നമ്മൾ തിരിച്ചറിയണം. സ്തോത്രം. ദൈവമക്കൾക്ക് ചേരാത്ത ഒരു സൗഹൃദവും പാടില്ല പ്രിയപ്പെട്ടവരെ. സ്തോത്രം. ഒരുപക്ഷെ ഇന്ന് നിന്നെ ചുറ്റി നിൽക്കുന്ന സൗഹൃദങ്ങൾ, സ്തോത്രം, നമ്മുടെ കൂട്ടുകാരെ, നമ്മുടെ വീട്ടിലുള്ള ആൾക്കാരെക്കാൾ വലിയ സ്നേഹമായിരിക്കും അവർ നടിക്കുന്നത്. സ്തോത്രം. ഭയങ്കര സ്നേഹം. ഏത് പാതിരാത്രിയും വരുന്നവർ, ഏതു നേരത്ത് കൂടെ നിൽക്കുന്നവർ, ഏത് കാര്യത്തിന് സപ്പോർട്ട് ചെയ്യുന്ന ചങ്ക് ബ്രോ. ഇന്നത്തെ കാലത്തെ പിള്ളേരുടെ ഭാഷയിൽ ചങ്ക് ബ്രോ ആയിരിക്കും. പക്ഷെ ഞാൻ നിങ്ങളോട് പറയട്ടെ, അതിന്റെ പിൻപിൽ പിശാചിനൊരു ലക്ഷ്യമുണ്ടാകും. സ്തോത്രം. നിന്നെ പൂട്ടിക്കളയാൻ, നിന്റെ ശക്തി ഇല്ലാതാക്കുവാൻ, നിന്നിലുള്ള ദൈവകൃപയെ നശിപ്പിച്ച് നിന്നെ ഒന്നുമില്ലാത്തവനാക്കി തീർക്കാനുള്ള പിശാചിന്റെ കണിയായിരിക്കുമെന്ന് നീ അത് തിരിച്ചറിയണം. ഹല്ലേലൂയ.